ഹലോ എവരി വൺ വെൽക്കം ടു ഓത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നെങ്കിൽ ചിക്കൻ ചുക്കയുടെ വീഡിയോ ആയിട്ടാണ് വന്നെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മളൊന്ന് ചിക്കൻ ചുക്ക എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഏറ്റവും ഞാൻ 750 ഗ്രാം 750 ഗ്രാം ഞാനാണെങ്കിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂറത്തേക്കാണെങ്കിൽ ഇനിയപ്പ അത്ര നേരമെങ്കിലും വെക്കണേ, എന്നാലേ ഒരു നന്നായിട്ട് ഇതിൻ്റെ മാഗ്നേറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരത്തേയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് അടച്ച് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു 2 മണിക്കൂറത്തേക്ക് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലുപ്പത്തിലുള്ളത് 5 സവാള എടുത്തേക്കുന്നത്. നമുക്കത് ഇതുപോലെ നീളനെ കനം കുറച്ച് അരിഞ്ഞെടുക്കണേ. എത്ര കനം കുറയ്ക്കാൻ പറ്റും അത്രയും കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു സൈഡ് കടായിലേക്ക് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഈ സവാള ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള വറുത്ത് കോരി എടുക്കത്തില്ലേ, സെയിം അതുപോലെ നമുക്ക് വറുത്ത് കോരി എടുക്കാനായത്. അപ്പോൾ നന്നായിട്ടൊന്ന് കളറായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേക്ക് എടുക്കാം. ഒത്തിരി ഡാർക്ക് ബ്രൗണിഷ് കളർ ആക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തില്ല. ഈ കളറായി കഴിയുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി പെട്ടെന്ന് തന്നെ കളർ പിടിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, എങ്ങും വിട്ടിട്ട് പോകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കളറാവട്ടെ. ആ നേരം കൊണ്ട് ഇച്ചിരി കൂടെ ഡാർക്കിഷ് കളറായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് വറുത്ത് പോയി എടുക്കാവുന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇത് നന്നായിട്ട് ആയി കഴിയുമ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ആ കടായിൽ എക്സ്ട്രാ എത്ര ഓയിലുണ്ടെന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ വെക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചത് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു 3-4 പച്ചമുളക് നെടുകി കീറി അത് കിട്ടും. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് സോത്തേ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ആണെങ്കിൽ മീഡിയം സൈസിലെ തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണേ. അത് നമുക്കാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ തക്കാളിക്ക് പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. തക്കാളിയൊക്കെ ആണെങ്കിൽ വേവാനായിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം. അത് അത്ര നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തക്കാളിക്ക് വെന്ത് നന്നായിട്ട് തക്കാളി വെന്ത് വരണം. അപ്പോഴേ അതിൻ്റെ ഒരു ശരിക്കും ഒരു ഫ്ലേവർ ടേസ്റ്റ് ഇറങ്ങി വരത്തേയുള്ളൂ. അപ്പോൾ അതേ തക്കാളിയൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഒരു വട്ടം ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം, വെന്തിട്ടില്ലെങ്കിൽ ഒന്നും ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് പാകത്തിനത് വെന്ത് കിട്ടും. അപ്പോൾ അതേ തക്കാളിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് മസാല അതിനകത്ത് ആഡ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. 1 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഞാനാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മക്കളൊക്കെ എരിവ് കഴിക്കാൻ ആദ്യം താല്പര്യമുള്ളെങ്കിൽ എരിവുള്ള മുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. കശ്മീരി മുളക് പൊടിക്ക് എരിവൊന്നും കാണത്തില്ല, ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്കാണെങ്കിൽ മസാലയൊക്കെ ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് 1-2 മിനിറ്റത്തേക്കൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിന് മുന്നേ കുറച്ച് ഗരം മസാലയും പിന്നെ പെരിഞ്ചീരകപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് ഗരം മസാല, 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ പെരിഞ്ചീരകം നമുക്ക് പൊടിച്ചത് അതും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് അതും കൂടെ അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനകത്താണെങ്കിൽ കുറച്ച് വെള്ളം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എപ്പോഴാണെങ്കിലും ചിക്കൻ നമ്മൾ വെക്കുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം നന്നായിട്ട് ഇതൊന്ന് ഒരു 5-10 മിനിറ്റത്തേക്ക് നന്നായിട്ട് എണ്ണയിൽ തന്നെ ഒന്ന് സോത്തേ ചെയ്തെടുക്കണം. അപ്പോഴേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സായി വരും കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് കേട്ടോ. ആ പാകം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അതേ കുറച്ച് വെള്ളം ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇതൊന്ന് ആദ്യം ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ച് ടോട്ടൽ നമുക്ക് ഒരു 20-25 മിനിറ്റ് സമയം പിടിക്കും കേട്ടോ. അത്രയും സമയം പിടിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം വഴണ്ട് വരുന്നുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 വട്ടം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഇത്രയും വെള്ളം വന്നു. ഇനി നമുക്ക് അടച്ച് ഒന്നും കൂടെ ഇളക്കി മിക്സാക്കിയിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊരു 10 മിനിറ്റ് കൂടെ പിന്നെ അത് അടച്ചൊന്ന് വേവിക്കണം. അപ്പോൾ എക്സ്ട്രാ ഇനി എന്തൊക്കെ വേവാനുണ്ട്, എത്ര വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഒന്ന് പാകത്തിന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് വെള്ളം ഇന്നത്തെ എത്രയും വെള്ളം ഉണ്ട് അത് മൊത്തം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുറന്ന് നമുക്ക് വേവിക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഒത്തിരി ഗ്രേവി ലൂസായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. കാണാനൊരു ലുക്കൊന്നും കാണത്തില്ല. പക്ഷേ ഇപ്പം അതിൻ്റെ ചേഞ്ച് ആവും, ലുക്ക് മൊത്തം ഇപ്പോൾ ചേഞ്ചായി വരും. നമ്മളാണെങ്കിൽ സവാളയൊക്കെ വറുത്ത് വെച്ചേക്കുന്നില്ലേ, അപ്പോൾ അകത്തൊന്ന് നമുക്കതൊന്ന് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ക്രഷ് ആക്കിയിട്ട് നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഗ്രേവിയും തിക്കായി കിട്ടും. പിന്നെ പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങും. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്കൊന്നും പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി, പുൽക്ക, പരാഠ, നോർമൽ റൈസിൻ്റെ കൂടെയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആകും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി അത്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഞാൻ ഫ്രഷ് ആയിട്ടാണ് കുരുമുളക് പൊടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ഫ്രഷ് ആയിട്ടല്ല പൊടിച്ച് വെച്ചേക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.